everyone, welcome to Bosco Campus Vision. I am Amrita T.S., Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. This is the 27th lecture of Company Administration, that is Doctrine of Indoor Management. In this session, I am dealing with Doctrine of Indoor Management. It is an important profession in companies law. The doctrine of indoor management, also known as Turkant rule, is an 150-year-old concept which protects the outsiders against the actions done by the company. Any person who enters into a contract with the company shall ensure that the transaction is authorized by the articles and memorandum of the company. There is no requirement to look into the internal regularities, and even if there are any irregularities, the company shall be held liable since the person has acted on the grounds of good faith. ഇപ്പോൾ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റിന് ടർക്കൻറ്റ് റൂൾ എന്നൊരു പേര് കൂടിയുണ്ട്. അത് 150 വർഷം പഴക്കമുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് ഔട്ട്സൈഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു റൂളാണ് അല്ലെങ്കിൽ ഒരു പ്രൊവിഷനാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് കമ്പനിയുടെ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. എന്നാൽ കമ്പനിയുടെ ഫങ്ഷനിങ്, അതായത് കമ്പനിയുടെ ഡയറക്ടേഴ്സ്, കമ്പനിയുടെ ഓഫീസേഴ്സ്, കമ്പനിയുടെ സെക്രട്ടറി, ഇവരെല്ലാവരും നല്ല രീതിയിലാണോ ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻറ്റേർണൽ ഫങ്ഷനിങ്ങിന് എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കാനൊന്നും ഉള്ള ഉത്തരവാദിത്വം ആർക്കില്ല, ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾക്കില്ല. അവർക്ക് എന്ത് ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ? മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് മനസ്സിലാക്കി വെച്ചിരിക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇൻറ്റേർണൽ ഫങ്ഷനിങ്സ് ശരിയായ രീതിയിലാണോ നടക്കുന്നത് ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നില്ല. അങ്ങനെ ഇൻറ്റേർണൽ ഇറഗുലാരിറ്റീസ് കൊണ്ട്, അതായത് ഡയറക്ടേഴ്സ് സത്യസന്ധമായിട്ട് ഫങ്ഷൻ ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഓഫീസേഴ്സ് എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചത് കൊണ്ട് ഔട്ട്സൈഡേഴ്സിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്പനീസ് ആ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ലയബിളായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. The doctrine of indoor management is an exception to the earlier doctrine of constructive notice. It is important to note that the doctrine of constructive notice does not allow outsiders to have notice of the internal affairs of the company. Hence, if an act is authorized by the memorandum or articles of association, then the outsider can assume that all detailed formalities are observed in doing the act. This is the doctrine of indoor management or the Turkant rule. This is based on the landmark case between the Royal British Bank and Turkant. In simple words, the doctrine of indoor management means that a company's indoor affairs are the company's problem. Doctrine of indoor management എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കമ്പനീസിൽ നിന്ന് എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ഔട്ട്സൈഡേഴ്സിന് ഉണ്ടായി, അതുകൊണ്ട് ഔട്ട്സൈഡേഴ്സിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഔട്ട്സൈഡേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രൊവിഷൻ, ദ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രൊവിഷൻ. എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ച ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആണെങ്കിലോ ഔട്ട്സൈഡേഴ്സിൽ നിന്നും കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് പ്രകാരം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി, അതായത് കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി കമ്പനിയുടെ മെമ്മോറാണ്ടത്തെക്കുറിച്ചും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ കുറിച്ചും മാത്രം മനസ്സിലാക്കിയാൽ മതി. കമ്പനിയുടെ ഇൻറ്റേർണൽ അഫയേഴ്സ് എങ്ങനെ നടന്നു പോകുന്നു എന്ന് ഔട്ട്സൈഡർ മനസ്സിലാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ വ്യക്തി
മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസിലും പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ അനുസരിച്ചാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാം അദ്ദേഹം എന്താണ് ലീഗൽ ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊവിഷൻ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇനി ഇൻറ്റേർണലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് ഇറഗുലാരിറ്റീസ് ഉണ്ടായി അദ്ദേഹത്തിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായെങ്കിൽ കമ്പനി എന്താണ് അതിന് ലയബിളാണ്. ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടർക്കൻ റൂൾ എന്ന് പറയുന്ന നിയമം നിലവിൽ വരുന്നത് ദ ലോയൽ ബ്രിട്ടീഷ് ബാങ്കും അതുപോലെ ടർക്കൻറ്റുമായിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് കേസിലൂടെയാണ്. ഇനി നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പനീസ് ഇൻഡോർ അഫയേഴ്സ്, അതാണ് കമ്പനിയുടെ പ്രശ്നം. അതായത് കമ്പനിയുടെ ഇൻഡോർ അഫയേഴ്സ് കൊണ്ട് ഔട്ട്സൈഡേഴ്സിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമ്പനി എന്താണ് ആ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ ലയബിളാണ്. Therefore, this rule of indoor management is important to people dealing with a company through its directors or other persons. They can assume that the members of the company are performing their acts within the scope of their apparent authority. Hence, if an act which is valid under the articles is done in a particular manner, then the outsider dealing with the company can assume that the director or other officers have worked within their authority. ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കമ്പനിയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക്, അതായത് കമ്പനി ഡയറക്ടേഴ്സുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഓഫീസേഴ്സുമായിട്ടോ ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ്. അതായത് കമ്പനിയുടെ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ട്. അദ്ദേഹം ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ആ പ്രൊവിഷനുമായിട്ട് അല്ലെങ്കിൽ ആ പ്രൊവിഷൻ്റെ അധികാര പരിധിയിൽ പെടുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് അസ്യൂം ചെയ്യാം? ഈ ആളുകൾ, അതായത് ഡയറക്ടേഴ്സോ മറ്റ് ഓഫീസേഴ്സോ അവരുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി അഥവാ അങ്ങനെയല്ല, ഈ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഓഫീസേഴ്സോ അവരുടെ പവേഴ്സിന് ബിയോണ്ടായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി ഈ ഔട്ട്സൈഡറുടെ ലയബിലിറ്റി കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ലയബിളായിരിക്കും. നെക്സ്റ്റ് ഇസ് exceptions to the doctrine of indoor management. The Turkant rule or the law of indoor management is not applicable to the following cases. Number 1 is the outsider has actual or constructive knowledge of an irregularity. In such case, the rule of indoor management does not offer protection to the outsider dealing with the said company. Second one is the outsider behaves negligently. The rule of indoor management does not protect a person dealing with a company if he does not initiate an inquiry despite suspecting an irregularity. Further, this rule does not offer protection if the circumstances surrounding the contract are suspicious. For example, the outsider should not suspicious if an officer purports to act in a manner outside the scope of his authority. And third one is forgery. The doctrine of indoor management is applicable to irregularities that affect a transaction except for forgery. In case of a forgery, the transaction is deemed null and void. ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് എപ്പോഴും ഔട്ട്സൈഡേഴ്സിന് ഈ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടണം എന്നില്ല. അതിൽ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്സൈഡേഴ്സിന് അറിയാമായിരുന്നു ഈ പറയുന്ന കമ്പനിയിൽ എന്തൊക്കെയോ ഇറഗുലാരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യത്തില്ല എന്നുള്ള കാര്യം ഔട്ട്സൈഡർക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് അവരെ വിശ്വസിച്ചു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് കിട്ടത്തില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സ് ബിഹേവ് നെഗ്ലിജൻ്റ്ലി. അതായത് ഔട്ട്സൈഡറിന് അറിയാമായിരുന്നു ഈ പറയുന്ന കമ്പനിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്, എന്നിട്ടും അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ഒരു രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്താതെ എന്ത് ചെയ്തു, ഈ പറയുന്ന കമ്പനിയിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തിന് നഷ്ടം ഉണ്ടായെങ്കിൽ ആ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. മൂന്നാമത്തത് ഫോർജറി. അതായത്
കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെ സൈൻ മറ്റൊരാൾ ഇമിറ്റേറ്റ് ചെയ്തിട്ടു, ആ രീതിയിലുള്ള ഏതെങ്കിലും ഫ്രോഡാണ് നടന്നതെങ്കിൽ കമ്പനി ഒരിക്കലും ആ പറയുന്ന ഫോർജറിക്ക് ലയബിൾ ആയിരിക്കില്ല. അതായത് ഡയറക്ടേഴ്സിൻ്റെ സൈൻ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ സൈൻ മറ്റൊരാൾ കോപ്പി ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്ത് ഇട്ടു എന്നുള്ളത് കൊണ്ട് കമ്പനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ കോമ്പൻസേഷൻ അല്ലെങ്കിൽ അയാൾക്കുണ്ടായ നഷ്ടം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫോർജറി നടന്നിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിരിക്കും, നള്ളായിരിക്കും. അപ്പോൾ ഈ 3 കേസിലും ഔട്ട്സൈഡേഴ്സിന് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. ഈ 3 കേസ് എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റിനകത്ത് കുറച്ച് എക്സെപ്ഷണൽ കേസസ് ആണ്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ് അറ്റ് ഹോം.